വെടിനിർത്തൽ ചർച്ചകൾ ഉരുത്തിരിഞ്ഞ ശേഷം, വെടിനിർത്തൽ കരാർ രൂപീകരിച്ച ശേഷം ഇസ്രായേൽ ലെബനനിലേക്ക് ആക്രമണം തുടർന്നു. ഹിസ്ബുള്ള ഒന്ന് പതുങ്ങി. ഇപ്പോൾ ഹിസ്ബുള്ള തിരിച്ചടിച്ച് തുടങ്ങിയിരിക്കുന്നു. ഹിസ്ബുള്ള വ്യോമ ആക്രമണം ഇസ്രായേലിന് നേരെ നടത്തിയിരിക്കുന്നു. കൃത്യമായി ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങൾ സ്കെച്ച് ചെയ്തുള്ള ആക്രമണമാണ് ഹിസ്ബുള്ള നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ശുഭകരമല്ലാത്ത മറ്റൊരു വാർത്തയും വന്നിരിക്കുന്നു. ലെബനൻ അതിർത്തിയിലൂടെ ഹിസ്ബുള്ള പോരാളികൾ ഇസ്രായേലിലേക്ക് നുഴഞ്ഞ് കയറിയിരിക്കുന്നു. ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദ് തന്നെയാണ് ഈ വിവരം കൈമാറിയത് ഇസ്രായേലിന്. അവർ ചാവേർ സംഘങ്ങളാണ് എന്നാണ് വിവരം. ലെബനൻ അതിർത്തിയിലൂടെ ഇസ്രായേലിലേക്ക് കടന്നു കയറിയ ഹിസ്ബുള്ളയുടെ ചാവേർ സംഘങ്ങൾ എന്തൊക്കെ ചെയ്യുമെന്നോ എന്തൊക്കെ നാശം വരുത്തുമെന്നോ ഒരു വ്യക്തതയുമില്ല. ഇതോടെ ഇസ്രായേൽ ആകെ മൊത്തം കുരുക്കിലായിരിക്കുകയാണ്. ഇപ്പോൾ ലെബനനിലെ ആക്രമണം കഴിഞ്ഞ 4 മണിക്കൂറിനുള്ളിൽ ലെബനനിലെ ആക്രമണം ഇസ്രായേൽ കുറച്ചിരിക്കുകയാണ്. ഹിസ്ബുള്ളയെ ഭയന്നാണ് ആക്രമണം കുറച്ചത്. കഴിഞ്ഞ 4 മണിക്കൂറുകളിൽ വലിയ തോതിലുള്ള ഒരാക്രമണവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇന്നലെയൊക്കെ ശക്തമായ ആക്രമണമാണ് ബെയ്റൂട്ടിലും ലെബനനിലെ മറ്റ് നഗരപ്രദേശങ്ങളിലും ഒക്കെ ഇസ്രായേൽ നടത്തിയത്. അതിന് തിരിച്ചടി എന്നോണം ഇസ്രായേലിന് നേർക്ക് ഹിസ്ബുള്ള പോരാളികൾ വ്യോമ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ലെബനനിലെ ആക്രമണം കുറച്ചത് ഹിസ്ബുള്ളയെ ഭയന്നിട്ടാണ് എന്നത് വ്യക്തം. വെടിനിർത്തൽ കരാർ പ്രാവർത്തികമായ ശേഷവും ഇസ്രായേൽ കലിപൂണ്ട് ലെബനനെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അതിന് ഹിസ്ബുള്ള തിരിച്ചടിക്കാൻ തയ്യാറാവുകയും ചെയ്തു. ആ തിരിച്ചടി വല്ലാത്ത മാരകമായ ഒരു തിരിച്ചടിയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇസ്രായേലിനുള്ളിൽ നടക്കുന്ന ആക്രമണങ്ങൾ പരമാവധി ഒളിച്ചു വയ്ക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആക്രമണം ഒന്നും നടന്നിട്ടില്ല എന്ന് വരുത്തി തീർക്കുകയാണ് പ്രധാനം. അതുകൊണ്ട് ഇസ്രായേലിനുള്ളിൽ നടക്കുന്ന ആക്രമണങ്ങൾ പുറം ലോകം അറിയുന്നത് ഏറെ കഴിഞ്ഞായിരിക്കും. എന്തായാലും ഇപ്പോൾ അങ്ങനെയല്ല. ഈ ഹിസ്ബുള്ളയൊക്കെ ആക്രമിക്കുമ്പോൾ അവർ അതിൻ്റെ തെളിവായി വീഡിയോകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നു. ഹമാസും അങ്ങനെ തന്നെ വീഡിയോകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നു. ലെബനനിലെ ആക്രമണം കുറച്ചത് ഹിസ്ബുള്ളയെ ഭയന്നിട്ടാണ് എന്നത് വ്യക്തം. പക്ഷേ ഇസ്രായേൽ അത് സമ്മതിച്ചു തരില്ല. വെടിനിർത്തൽ കരാർ പാലിക്കുകയാണ് തങ്ങൾ എന്നാണ് അവരുടെ നയം. കഴിഞ്ഞ 4 മണിക്കൂറിനുള്ളിലാണ് ആക്രമണം കുറച്ചത്. അതേസമയം ഹിസ്ബുള്ള തിരിച്ചടിക്കുകയും ചെയ്തു. ഈ പുലി പതുങ്ങുന്നത് മടയിൽ ഒളിച്ചിരിക്കാനല്ല, പൂർവാധികം ശക്തിയോടെ കുതിച്ചു പായാനാണ് എന്ന ഡയലോഗ് പോലെയാണ് ഹിസ്ബുള്ളയുടെ പൂർവാധിക ശക്തിയോടുകൂടിയുള്ള തിരിച്ചടി. ആ തിരിച്ചടിയിൽ ഇസ്രായേൽ വിറങ്ങലിച്ചു എന്നതാണ് ശ്രദ്ധേയം. എന്തായാലും ഹിസ്ബുള്ളയുടെ വ്യോമ ആക്രമണത്തിൽ എന്തുമാത്രം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇതുവരെ ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം ഹിസ്ബുള്ള പോരാളികൾ ലെബനൻ അതിർത്തി കടന്ന് ഇസ്രായേലിനുള്ളിലേക്ക് പോയിരിക്കുന്നു, നുഴഞ്ഞു കയറിയിരിക്കുന്നു. അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ച് ആലോചിച്ച് തലമുണ്ടാക്കുകയാണ് ഇസ്രായേലും അവരുടെ ചാരസംഘടനയായ മൊസാദ്. ഹിസ്ബുള്ളയുടെ ചാവേർ സംഘങ്ങൾ ഇസ്രായേലിലേക്ക് കടന്നു കയറിയത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്.